അതെ, ഈ ഇടവേള ബാബു ഉൾപ്പെടെയുള്ളവർ ഈ ഭരണത്തിലേക്ക് വരാൻ വേണ്ടി ഒരു ശ്രമം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇടവേള ബാബു ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ് നല്ലത് എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ അമ്മയിൽ നിലനിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രധാന ചർച്ചയാണ്. കാരണം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരനും പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോനും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ ഇവരൊന്നും പരസ്പരം സംസാരിക്കുന്നത് പോലുമില്ല, കാണുന്ന പോലുമില്ല. ഒപ്പം തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പരസ്പരമായി പോർവിളികളും പോലീസിൽ പരാതികളും ചേരിതിരിവും, ഒപ്പം തന്നെ കുടുംബമേളയ്ക്ക് ഉൾപ്പെടെ അത് വലിയ കൈവിട്ട കളിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ തന്നെ മർദ്ദിക്കാനായി വന്നു എന്നുള്ളതായിരുന്നു നീന കുറുപ്പിന്റെ പരാതി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയൊരു ഘട്ടത്തിൽ ഇതിനു മുൻപുണ്ടായിരുന്നത് എത്രയോ ഭേദം എന്തരത്തിലുള്ളൊരു സ്വരം പൊതുവേ ഉയർന്നു വന്നിരുന്നു. അതിലേക്ക് തന്നെ ഇന്ന് കൂടുതൽ ആളുകൾ വരികയും അല്ലെങ്കിൽ ജനറൽ ബോഡി യോഗത്തിൽ അതെല്ലാം തന്നെ ഉന്നയിക്കുമെന്ന് പറയുകയും ഇന്നലെ വൈകുന്നേരം തന്നെ ഈ ട്രഷററായിരുന്ന ഉണ്ണി ശിവപാലിന്റെ ഒരു വീഡിയോ സന്ദേശം വരികയും ചെയ്തിട്ടുണ്ട്. ഈ അമ്മ ഭരണസമിതിയിൽ തനിക്കെതിരെ ഒരു പരാതി വന്നപ്പോൾ തന്റെ ഭാഗം കേൾക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതായിരുന്നു ഉണ്ണി ശിവപാൽ ഇന്നലെ ആ വീഡിയോയിൽ പറഞ്ഞതും ഇന്ന് പ്രധാനമായും എല്ലാം താൻ ഈ ജനറൽ ബോഡിയിൽ തുറന്നു പറയും എന്നും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഉണ്ണി ശിവപാൽ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിൽ വിമർശനം നേരിട്ടിട്ടുണ്ട്, അൻസിബ സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ പറയാതെ പറഞ്ഞത് ഈ നേതൃത്വത്തിന്റെ ഒരു പിടിപ്പില്ലായ്മ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. അത്തരത്തിൽ ഒരൊറ്റപ്പെടുന്നു, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇതിനെതിരെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ കണക്കോ അല്ലെങ്കിൽ വാർഷിക റിപ്പോർട്ട് കുറച്ച് വൈകിയതോ ഒന്നുമല്ല. യഥാർത്ഥ പ്രശ്നം ഇവിടെ സ്ത്രീകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി മുൻപുണ്ടായിരുന്ന ആളുകളെല്ലാം ചേർന്നുകൊണ്ട് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു യോഗമാണ് ഇന്ന് നടന്നത് എന്നുള്ളതാണ് ശ്വേതയ്ക്കൊപ്പമുള്ളവരും വിശ്വസിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോഴുള്ള ഈ രാജി ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ ലക്ഷ്മി പ്രിയയാണ് പുറത്തു വന്നിട്ട് തൻ്റെ പ്രാഥമിക അംഗത്വവും താൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അൻസിബ മുതലായവരുണ്ട്. അവരേത് തീരുമാനം, ഏത് നിലപാട് ഇക്കാര്യത്തിൽ എടുത്തു എന്നുള്ളത് ഉറപ്പില്ല. പക്ഷേ ഈ സംസാരിച്ച സമയത്ത് നേതൃത്വം തനിക്ക് നീതി നൽകിയില്ല എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അൻസിബയും സംസാരിച്ചിരിക്കുന്നത്. അതായത് കുറ്റാരോപിതരായി നിൽക്കുന്ന ആളുകൾ മുഴുവൻ നേതൃത്വത്തിനെതിരെ രംഗത്ത് വരികയും നേതൃത്വത്തിലെ പ്രധാന സ്ഥാനത്തിരിക്കുന്നവർ തമ്മിലൊക്കെയുള്ള ഒരു പരസ്പര ചർച്ചയില്ലായ്മ വളരെ വ്യക്തമായി തന്നെ അമ്മയിൽ കാണാമായിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടി മുതിർന്ന താരങ്ങളോ അല്ലെങ്കിൽ അതിൽ ഉണ്ടായിരുന്ന അപ്പോൾ സ്ത്രീകളിൽ ഉൾപ്പെടെയുള്ള മുതിർന്ന താരങ്ങളൊന്നും തന്നെ ഇടപെടൽ നടത്തുകയോ ചെയ്തിട്ടില്ല. പലരും മൗനം പാലിക്കുകയും ചെയ്തു. ഇത് ഒരു വിഭാഗം കൃത്യമായി തന്നെ അത് ഉപയോഗപ്പെടുത്തുകയും അല്ലെങ്കിൽ അതൊരു അവിശ്വാസത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു, അതൊരു വിജയത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. ഇതിനു മുൻപുണ്ടായിരുന്ന കണക്കുകളിൽ പാകപ്പിഴവുണ്ട് എന്നുള്ളത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ശ്വേതാ മേനോൻ തന്നെ പറയുമ്പോൾ ബാബുരാജ് ഇരുന്ന സമയത്തെ കണക്കുകൾ ഏതാണ്, എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ടും അത് വലിയ ചർച്ചകൾക്ക് തുറക്കമിടും. വലിയ കണക്കുകൾ ഇവിടെ അവതരിപ്പിക്കേണ്ടി വരും എന്നുള്ളതും തീർച്ചയാണ്. അമ്മ സംഘടന എന്നുള്ളതിനപ്പുറം ഇന്നിപ്പോൾ മമ്മൂട്ടി പങ്കെടുത്തിട്ടില്ല. യുവതാരങ്ങളായിട്ടുള്ള ആസിഫ് അലിയോ അല്ലെങ്കിൽ ടൊവിനോയോ പൃഥ്വിരാജോ ഉൾപ്പെടെയുള്ളവരൊന്നും തന്നെ പങ്കെടുത്തിട്ടില്ല. ഇവരൊക്കെ തന്നെ പൊതുവെ നിലപാടുകൾ പറയുന്നവരായിരുന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്നവരായിരുന്നു. നമുക്ക് അറിയാവുന്നതാണ്, പല മീറ്റു കേസുകളിലോ അല്ലെങ്കിൽ സ്ത്രീ ആക്രമിക്കപ്പെട്ട കേസുകളിലൊക്കെ തന്നെ കൃത്യമായ നിലപാട് പറയുകയും അന്ന് വലിയ വിപ്ലവത്തിന് ഒരു തുടക്കം കുറിക്കുകയായിരുന്നു. അതുപോലുള്ള ഒരു സാഹചര്യമായിരിക്കും സ്ത്രീകൾ തലപ്പത്ത് വന്നാൽ എന്നുള്ളത് കരുതി തന്നെയായിരുന്നു ഒരു വർഷം മുൻപ് ശ്വേതാ മേനോന്റെ അധ്യക്ഷതയിൽ ഒരു ഭരണസമിതി എന്നുള്ളത് പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു വർഷം പോലും അതിന് ആയുസില്ലാതാകുന്നു. ഒരുമിച്ച് കൂട്ടത്തോടെയുള്ള ഒരു കൂട്ടരാജി അമ്മയിൽ സംഭവിച്ചിരിക്കുന്നു. അതിലെ കണക്കുകളും അല്ലെങ്കിൽ വാർഷിക റിപ്പോർട്ടിന്റെ പ്രശ്നങ്ങളും പറയുന്നു. ഒപ്പം ഏറ്റവും പ്രധാനം ഈ ചേർച്ചയില്ലായ്മ ഒരു വിഭാഗം കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും അതൊരു അവിശ്വാസത്തിലേക്ക് എത്തിക്കുകയും അത് ഇടയ്ക്ക് വാർത്ത അൻസിബയ്ക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നൊരു സൂചന ഇടയ്ക്കൊരു വാർത്ത വന്നായിരുന്നു. അത് നിലവിലെ ഭരണസമിതിയാണ് ചെയ്യേണ്ടത്. കാര്യം നിലവിലെ ഭരണസമിതിക്കെതിരായിരുന്നല്ലോ അൻസിബ ആഞ്ഞടിച്ചു. എന്തായാലും അൻസിബയ്ക്കെതിരെ നടപടിയില്ലെന്ന് മാത്രമല്ല ആ ഭരണസമിതി തന്നെ മൊത്തത്തിൽ ഡിസോൾവായി പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇനി ഈ അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുന്നത് ആരാകും അതിൽ വരിക? അതിൽ ശ്വേത പറയുന്നത് പോലെ ആരോപണ വിധേയരൊക്കെ ഉണ്ടാവുമോ ആ കമ്മിറ്റിയിൽ? സ്വാഭാവികമായും ഇപ്പോൾ തന്നെ അത്തരത്തിലൊരു കമ്മിറ്റിയെ, അങ്ങനെ ഒരു അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് അവർ വരാനുള്ള ഒരു സാധ്യത നിലവിലില്ല. ഇനിയിപ്പോൾ കൂടുതൽ അംഗങ്ങൾ ഏത് തീരുമാനമെടുക്കുന്നു, അല്ലെങ്കിൽ എല്ലാം ജനറൽ ബോഡി തീരുമാനിക്കട്ടെ എന്നുള്ളതായിരുന്നു മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ എടുത്ത തീരുമാനം. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും ഇടവേള ബാബു ഒക്കെ ഇതിൻ്റെ ഒരു തലപ്പത്തേക്ക് ഈ അഡ്ഹോക് കമ്മിറ്റിയിൽ വരാൻ സാധ്യത. അതല്ല എന്നുണ്ടെങ്കിൽ ഇനി 3 മാസങ്ങൾക്ക് ശേഷം ഒരു തിരഞ്ഞെടുപ്പ് വരുന്നു. ആ തിരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും ഇതിൽ കുറ്റം വിമുക്തരായിട്ടുള്ള ആളുകളൊക്കെ വീണ്ടും മത്സരിക്കുകയും അവരൊക്കെ തന്നെ ഇതിലേക്ക് വരാനും ഇതിൻ്റെ തലപ്പത്തേക്ക് വരാനുമുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഒപ്പം ഈ ആഷ്മി ചോദിച്ചതുപോലെ തന്നെ അൻസിബയ്ക്കെതിരെ പരാതി ഉണ്ടായിരുന്നു. അതായത് എല്ലാ മാനദണ്ഡങ്ങളും അമ്മയുടേത് കാറ്റിൽ പറത്തി മാധ്യമങ്ങളുമായി നിരന്തരം സംസാരിക്കുന്നു തുടങ്ങിയിട്ടുള്ളതായിരുന്നു. ടിനി ടോമും ജോയ് മാത്യുവിനും ലക്ഷ്മി പ്രിയയ്ക്കും ഇതേ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ആരും തന്നെ അതിന് മറുപടി നൽകിയതായി നമുക്ക് അറിവില്ല. അൻസിബയും അതിന് കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഇത് പൊട്ടുകയാണെങ്കിൽ പൊട്ടട്ടെ എന്നുള്ള നിലയ്ക്ക് തന്നെയായിരുന്നു ഇവരൊക്കെ തന്നെ മുന്നോട്ട് പോയിരുന്നത് എന്നുള്ളത് നിസ്സംശയമാണ്. കാരണം ഒരു സംഘടനാ സംവിധാനത്തിൽ
സ്വാഭാവികമായും പ്രവർത്തിക്കുമ്പോൾ ഒരു തെറ്റ് പറ്റുന്നു, അല്ലെങ്കിൽ അതിനൊരു കാരണം കാണിക്കൽ, അതിന്റെ മറുപടി, അത് തൃപ്തികരമാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. തനിക്ക് നീതി നിഷേധിച്ചു, തന്നെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് പുറത്തിറങ്ങൽ മാത്രമല്ല ശ്വേത ചെയ്ത്, അമ്മയുടെ പ്രാഥമിക അംഗത്വം തന്നെ ഉപേക്ഷിച്ച് അത് ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് തനിക്കെതിരെ ഗൂഢനീക്കം നടക്കുന്നുണ്ട്. വീണ്ടും കുറ്റാരോപിതർ കൈകളിലേക്ക് ആ സംഘടന പിടിച്ചടക്കാനുള്ള അജണ്ട എന്നാരോപിച്ചുകൊണ്ടാണ് ആ പ്രശ്നത്തെ കൂടുതൽ രൂക്ഷമാക്കി ശ്വേത പുറത്തേക്ക് പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.